പെരിയ കേസിൽ ജയിൽ മോചിതരായ 4 CPIM നേതാക്കൾക്ക് കാസർഗോഡ് പള്ളിക്കരയിൽ സ്വീകരണം ഒരുക്കുന്നു. തത്സമയ ദൃശ്യത്തിലേക്ക്. വിവരങ്ങളുമായി സരീഷ് പി കെ ആണ് കാസർഗോഡ് നിന്നും ചേരുന്നത്. സരീഷ്, ഇന്ന് രാവിലെയാണ് കണ്ണൂരിൽ നിന്നും ഇവർ കാസർഗോഡേക്ക് തിരിച്ചത്. വലിയ സ്വീകരണം തന്നെയാണ് അവിടെ ഒരുക്കുന്നത് എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. ഏത് രീതിയിലാണ് ജയിലിൽ നിന്നെത്തുന്ന ഇവരെ വരവേൽക്കുന്നത് അവിടെ? പള്ളിക്കരയിലാണ് പ്രവർത്തകർ ഇവർക്ക് സ്വീകരണം ഒരുക്കിയിരിക്കുന്നത്. 100 കണക്കിന് പ്രവർത്തകരാണ് ഇപ്പോൾ ഇവരെ അഭിവാദ്യം ചെയ്യാൻ, ജയിൽമോചിതരായ CPM നേതാക്കളെ അഭിവാദ്യം ചെയ്യാനും ഒപ്പം തന്നെ ഈ നാട്ടിലേക്ക്, അവരുടെ ജന്മനാട്ടിലേക്ക് സ്വീകരിക്കാനും എത്തിയിരിക്കുന്നത്. 4 പേരും ഇവിടെ വാഹനത്തിലെത്തിയതിന് തൊട്ടു പിന്നാലെ തന്നെ മുദ്രാവാക്യം മുഴക്കിയും ഒപ്പം തന്നെ രക്തഹാരം അണിയിച്ചും സ്വീകരിച്ചു. ഇപ്പോൾ ഈ സ്ഥലത്തേക്ക് ഇപ്പോൾ റോഡിൽ നിന്നും അല്പം മാറി മുഴുവൻ ആളുകൾക്കും അഭിവാദ്യം ചെയ്യാനുള്ള ഒരു സൗകര്യം ഏർപ്പെടുത്തുകയാണ്. അവരുടെ നാട്ടിലേക്ക്, അതായത് പെരിയ ഉൾപ്പെടെയുള്ള ഈ മേഖലയിലാണ് ഇപ്പോൾ ഉള്ളത്. ആ മേഖലയിൽ ഏറ്റവും അനുയോജ്യമായൊരു സ്വീകരണം നൽകണം എന്നുള്ളത് പ്രവർത്തകരുടെ ഒരു ആവശ്യമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ മുഴുവൻ ആളുകളും, അതായത് 100 കണക്കിന് ആളുകളെ ഇങ്ങോട്ടേക്ക് എത്തിച്ച് കൃത്യമായി പെരിയയിലേക്ക് പോകുന്ന ആ വഴിയിൽ തന്നെ, അതായത് ഈ പ്രവർത്തകരുടെ ഒക്കെ അല്ലെങ്കിൽ ജയിൽമോചിതരായ 4 പേരുടെയും ഈ ജന്മനാട്ടിലേക്ക് പോകുന്ന ഈ പ്രധാന ജംഗ്ഷനിൽ സ്വീകരണം നൽകണം എന്ന് അവർ തീരുമാനിച്ചത്. അതിന്റെ ഭാഗമായാണ് ഈ ഏരിയ കമ്മിറ്റിയിൽ നിന്ന് തന്നെ 100 കണക്കിന് പ്രവർത്തകർ ഇങ്ങോട്ടേക്ക് എത്തുകയും ഈ അഭിവാദ്യം അർപ്പിക്കുകയും ചെയ്യുന്നത്. നേരത്തെ കാഞ്ഞങ്ങാട് നഗരത്തിലും സ്വീകരണം നൽകിയിരുന്നു. പുറത്തേക്കിറങ്ങുകയും ഈ പടക്കം പൊട്ടിച്ചും ഹാരമണിയിച്ചുമുള്ള സ്വീകരണമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ ഈ ജന്മനാട്ടിലേക്ക് തന്നെ അവർ എത്തുന്നത്. ഇവിടെ നിന്നും മുഴുവൻ ആളുകളും, അതായത് ഈ സ്വീകരണത്തിന് ശേഷമായിരിക്കും ഈ അല്ലെങ്കിൽ 4 പ്രവർത്തകർ അവരുടെ വീടുകളിലേക്ക് മടങ്ങുക, അല്ലെങ്കിൽ നേതാക്കൾ അവരുടെ വീടുകളിലേക്ക് മടങ്ങുക. എന്തായാലും മുഴുവൻ പ്രവർത്തകരെയും കണ്ട് അഭിവാദ്യം ചെയ്യുക, പാർട്ടി ഒപ്പം നിന്ന പ്രവർത്തകർക്ക് അഭിവാദ്യം അർപ്പിക്കുക, അതുതന്നെയാണ് ഈ സ്വീകരണത്തിലൂടെ ലക്ഷ്യമിടുന്നത്. അതോടൊപ്പം തന്നെ നേരത്തെ തന്നെ CPM കൃത്യമായി പറഞ്ഞിരുന്നു, ഇവർക്കാർക്കും തന്നെ ഈ കൊലപാതകത്തിൽ പങ്കില്ല, കൃത്യമായി രാഷ്ട്രീയ ലക്ഷ്യം വെച്ചാണ് ഇവരെ പ്രതി ചേർത്തത് എന്ന് നേരത്തെ തന്നെ പാർട്ടി പറഞ്ഞിരുന്നു. ആദ്യഘട്ടം മുതൽ അതുതന്നെയാണ്. അതായത് ആദ്യ പ്രതികൾക്കപ്പുറത്തേക്ക് ഈ പ്രധാനപ്പെട്ട നേതാക്കൾ, ഈ 5 വർഷം ശിക്ഷ ലഭിച്ച 4 നേതാക്കൾ, ആ 4 നേതാക്കൾക്കും ഒരു തരത്തിലും ഈ കൊലപാതകത്തിൽ പങ്കില്ല. അത് കൃത്യമായി രാഷ്ട്രീയ ലക്ഷ്യം വെച്ച് തന്നെയാണ് ഈ കേസ് മുന്നോട്ട് പോയത് എന്നായിരുന്നു ആദ്യഘട്ടം മുതൽ തന്നെ CPM പറഞ്ഞത്. അത് കൃത്യമായി പറയുക, അല്ലെങ്കിൽ കൃത്യമായി ജനങ്ങളിൽ എത്തിക്കുക, അത് പാർട്ടി അങ്ങനെ, അല്ലെങ്കിൽ പാർട്ടി പറഞ്ഞതാണ് ശരി എന്ന് കൃത്യമായി ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ് ഇപ്പോൾ ലക്ഷ്യം വെക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ സ്വീകാര്യത, ജനങ്ങൾക്ക് ഇത്രത്തോളം സ്വീകാര്യത, അല്ലെങ്കിൽ പ്രവർത്തകർ അത്രത്തോളം ഈ നേതാക്കളെ സ്വീകരിക്കുന്നുണ്ട്. ഒരിക്കലും രാഷ്ട്രീയമായി ഇതിനപ്പുറത്തേക്ക്, അല്ലെങ്കിൽ രാഷ്ട്രീയമായി ഒരു തരത്തിലും ഇല്ലാതാക്കാൻ ഇവർക്ക് ആവില്ല എന്ന് കൃത്യമായി ബോധ്യപ്പെടുത്തുക. എതിർ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇതാണ് തങ്ങളുടെ സ്വാധീനം, ഇതാണ് തങ്ങളുടെ പ്രവർത്തകരുടെ ശക്തി എന്ന് കൃത്യമായി കാണിച്ചു കൊടുക്കുക. അതുകൂടിയാണ് CPM ലക്ഷ്യമിടുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു ശ്രമം, അല്ലെങ്കിൽ ഇത്തരത്തിലൊരു ഇടപെടൽ കൃത്യമായി ഉണ്ടാകുന്നത് എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. എന്തായാലും ഒരുപക്ഷെ എന്തായാലും പ്രതികരണത്തിന് ഇപ്പോൾ തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. പെരിയ കൊലപാതക കേസിൽ ജയിലിലായ പ്രതികൾക്ക് ഇപ്പോൾ കാസർഗോഡ് വലിയ തരത്തിലുള്ള സ്വീകരണമാണ് കൊടുക്കുന്നത്. CPIM നേതാക്കൾക്ക് കാസർഗോഡ് പള്ളിക്കരയിലാണ് സ്വീകരണം ഒരുക്കിയിരിക്കുന്നത്. പ്രവർത്തകർ എല്ലാവരും തന്നെ എത്തിയാണ് അവരെ മാലയിട്ടും ഷോൾ അണിയിച്ചും ചുമന്ന തുണി പുതപ്പിച്ചുമൊക്കെ സ്വീകരിക്കുന്നത്. നിരവധി ആളുകളാണ് അവരെ സ്വീകരിക്കാനായി അവിടേക്ക് എത്തിയത്. ഇന്ന് രാവിലെയാണ് കണ്ണൂരിൽ നിന്നും ഇവർ കാസർഗോഡേക്ക് പോയത്. കണ്ണൂരിൽ കാസർകോട്ടെയും കണ്ണൂരെയും പാർട്ടിയുടെ നേതാക്കൾ എല്ലാവരും അവരെ സ്വീകരിക്കാനായി ജയിലിൽ പുറത്ത് ഉണ്ടായിരുന്നു.
പി ജയരാജൻ അടക്കമുള്ള നേതാക്കൾ അവിടെ ഉണ്ടായിരുന്നു. എം വി ബാലകൃഷ്ണൻ അടക്കമുള്ള കാസർകോട്ടെ നേതാക്കളും ഉണ്ടായിരുന്നു. ഇപ്പോൾ അവരെല്ലാവരും കാസർഗോഡ് എത്തിയിരിക്കുകയാണ്. അവിടെ അവർക്ക് വലിയ തരത്തിലുള്ള സ്വീകരണമാണ് ഒരുക്കിയിരിക്കുന്നത്. കാസർഗോഡ് പള്ളിക്കരയിലാണ് സ്വീകരണം ഒരുക്കിയിരിക്കുന്നത്. കെ വി കുഞ്ഞിരാമൻ അടക്കമുള്ള ആളുകൾക്കാണ് വലിയ തരത്തിലുള്ള സ്വീകരണം ഒരുക്കിയിരിക്കുന്നത്.